ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് മുട്ടീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പറവണ്ണ ബീച്ച് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ഞങ്ങൾ ഒഴിവുള്ള എല്ലാ ഞായറാഴ്ചകളും വൈകിട്ട് കൂടാറുള്ള സ്ഥലമാണ് പറവണ്ണ ബീച്ച്. അപ്പോൾ ഇന്ന് അവിടെ തന്നെ കൂടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇനി ബാക്കിയുള്ള മുട്ടീസിനൊക്കെ വീട്ടിൽ പോയി എടുക്കണം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. ഇനി ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വരാനുള്ളതാണ്. നമ്മുടെ ഒരുപാട് യാത്രകളും ഫുഡ് അടിക്കുന്നതും കുറേ മുട്ടീസിൻ്റെ ഇടയിലുള്ള കോമഡികളും പൂക്കലുകളും എയറിൽ കയറ്റലും ഒക്കെ കാണാനുള്ളതാണ്. അപ്പോൾ അഗെയിൻസ് വെൽക്കം ടു അനദർ വീഡിയോ. ഫാറൂഖ് കുട്ടികൾ താണിക്കൊക്കെ വരാമെന്നാണ് പറഞ്ഞത്. ബൈക്കറ്റ് അവിടെ സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിലൊക്കെ നിൽക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഹലോ ഗൈസ്, ഫാറൂഖ് തരുന്നു. ഫാറൂഖ റെഡിയല്ലേ? റമീസൊക്കെ ഇവിടെ റമീസിനെ എടുക്കണം. ബാക്കിലാണ് ആദ്യം ചെറുക്കന്മാരെ തിരിക്കുന്നു. കേക്കോ ഒരാള്, രണ്ടാമത്തെ ആള് ആണ് ബാക്ക് വെച്ചോളെ. സെറ്റല്ല പോലെ ഓനെ കൈക്കെടുത്ത് ഇരിങ്ങാലിക്കൂടെ മുള വേഗം പോയി. ചെലവ് 2000 മുള കിട്ടിയില്ല. രണ്ട് പാട്ടെടുത്തോ? റമീസ് നന്നായിട്ട് പാടുന്നേ ഒന്ന് പാടുന്നേ. മറ്റേ പാട്ട് നമ്മൾ രണ്ടാളും ഒരുമിച്ച് പറഞ്ഞ പാട്ടുണ്ട്. രാജാത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ മണിമുത്ത് മാനത്തുതിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണി രാജാത്തി, ഏതാണി രാജാ. ഇവന്റെ പാട്ടിനെ പറ്റി മുബശ്ശിറിന് എന്താണ് പറയാനുള്ളത്? അടിപൊളി പാട്ട്. എന്റെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് നിന്നെ കൊണ്ട് ഈ പരിപാടി നടക്കൂല. ഞാൻ പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്നൊത്ത് പറയായിരുന്നേ. സുരക്ഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ആർമിക്ക് പോയിട്ട് കാറിൽ വരെ സഞ്ചരിക്കുള്ളൂ. അത്രയും നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഹെൽമെറ്റ് ഇട്ട് പോകണം. അതാണ് സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട്. ഒന്നുകൂടെ വൺസ് മോർ. അതായത് നമ്മളെ സമ്മണ്ടല്ലോ, നിക്കറിട്ടില്ലെങ്കിലും ഹെൽമെറ്റോട് വന്നൊന്ന് ഭയങ്കര വളിപ്പാണ് ചേട്ടാ. നീ ഒന്ന് മാറി പോയണമെന്ന്. ഇത് സോല്യൂസ് ഇത് ഹോസ്പിറ്റൽ കല്യാണം നോക്കുന്നുണ്ട്. മോളെ ഇവൻ നല്ല ചെറുക്കന. വയസ്സ് എത്ര? 23, 24. നടന്നതിന് മുപ്പുണ്ട്. ഞാൻ ചെറുതാണ്. കണ്ടീഷൻസ് ഒന്നുമില്ല. ഏത് കുട്ടനാണെങ്കിലും ഓൻ കെട്ടും. മുടുക്ക നീ ഒരു രക്തം കമ്മിറ്റഡ് ഉമ്മാക്കറിയ ഇതൊക്കെ. കുട്ടി മതി. ഇവനെ കിട്ടിയ വേറൊരു ഓഫർ. എന്താ സാർ? ടെസ്റ്റുകളൊക്കെ ഫ്രീ ആയിരിക്കും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. ആർക്കും വരാം. ഇതുവരെ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്താ ചെയ്യണേ? പെരിയിൽ അതിങ്ങനെ കമ്പ്യൂട്ടർ എന്റെ തലച്ചോറ് ഉപയോഗിച്ച് കണ്ടന്റ് ഉണ്ടാക്കി അത് ഡെവലപ്പ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടേ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട് ചിരിച്ച് ചിന്തിക്കേണ്ടതാണ്. ഓരോ ബിസിനസ് നോക്കല്ലോ. എടാ ഇവനെ വെച്ചൊരു ബിസിനസ് ഇട്ടാലോ നമുക്ക്? ഒരു ലാബിലെ നല്ല പരിപാടിയാണ്. കച്ചവടം ചെയ്യാണല്ലേ? മുട്ടീസ് ലാബ്. മുട്ടീസ് ലാബ്. നമ്മളെ മെയിൻ ടെക്നീഷ്യൻ. യഥാർത്ഥ ബിസിനസ് ഞാൻ പറയാൻ പോണുള്ളൂ. മുട്ടീസ് ലാബ്, മുട്ടീസ് ലോക്കട, മുട്ടീസ് ഡോർ കട, മുട്ടീസ് ആശേരി, ഫുള്ളി ഓട്ടോമാറ്റിക് മുട്ടീസ് ലാബ്. എന്തെടുത്താലും മുട്ടീസ്. ആകെ മുട്ടീസ്. എന്ത് ചൂടാടാ.
ഉഷ്ണുണ്ട്. ഇതൊക്കെ പെയിന്റ് അടിച്ചല്ലടാ. പെയിന്റ് അടിച്ചല്ലേ പുതിയ ഗേറ്റ് ആണ്, ഓട്ടോമാറ്റിക് ഗേറ്റ്. കഷ്ടം. ഈ രാജ്യത്ത് നടക്കുന്ന യാതൊരു സംഭവവികാസങ്ങളെ പറ്റി നിങ്ങൾക്ക് അറിയില്ലോ സുഹൃത്തെ. ഹായ് ഗായ്സ്, നമ്മളിവിടെ റെയിൽവേ ഗേറ്റിൽ ലോക്ക് ആയിരിക്കുകയാണ്. ട്രെയിൻ വരുന്നുണ്ട് ഗായ്സ്. അങ്ങനെ പറ്റൂല, പണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. പരിപാടി പറ്റൂല. തല വെക്കുന്നവർ തല വെറ്റും. അതെ നമുക്ക് ഇവിടെ പോയാലോടാ, അത് മാറ്റാൻ പറ്റുമോ? ഇത് മാറ്റാൻ പറ്റും. അത് ഞാൻ അടുത്തതില് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. മാറ്റണ്ട, അവിടെ ഇരുന്നോട്ടെ. എടാ കൊതു വൃത്തിയായിട്ടവനെ ഉമ്മ വെച്ച് കളിക്കുന്ന ചെവിയും കെട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല. ഞാൻ എടാ ക്ലീനക്സ് ഉണ്ടോ അവിടെ? കാലന്റെ ക്ലീനക്സ് ഓർഡറാ. അതെന്റെ തലമില്ല, തലമല്ല മോത്താടി ഓഫ് ആക്കി മേലെ സമ്മാനം എങ്ങോട്ട് പോകുന്നു? ഞാൻ ആരോ ഏട്ടാ ഉണ്ണിക്കണ്ണൻ എന്തൊക്കെയാണ് എന്ന് ഞാൻ അന്ന് വിചാരിച്ചു. അളിയൻ 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 അളിയാ ഏത് തെണ്ടിയാന്ന് വിചാരിച്ചിട്ടുണ്ടോ? ദൈവന്മാർ ഇവിടെയും വന്നോ? ഇതാടാ സ്റ്റേഷൻ രണ്ടാമത്തെ പെങ്ങൾ അളിയൻ. So guys, we are going to reach on beach. പഠിപ്പിച്ച് ഫൗസാനോടാ, ഫൗസാനും കുട്ടിയല്ലേ? ആ ലുക്ക് ഉണ്ടാ നോക്ക്. സൈഡില്ലേ നോക്കുമ്പല്ലേ ചിലപ്പോ എന്റെ അട്ടനാവും. ശരിയാ, ഇവിടെ എത്തിയാ മതിയാ. ഇവിടെ സൗകര്യം. അവിടെ തിരിച്ചു പോകുന്നുണ്ട് കേട്ടിട്ടല്ല. ഇത് പോസൊക്കെ കട്ടാക്കാൻ പറ്റും. പൗസിന്റെ പരിപാടി അതെങ്ങനെയാണ്? ആ മേലെ നക്കടാ ഒറ്റ നക്കലാക്കടാ. നമുക്ക് കണ്ട കൂടി പോടാ. എന്താ രമീസ് അങ്ങനെ ഒരു അർത്ഥാനോ? എനിക്ക് അങ്ങനെ ഒരു അർത്ഥാനോ? അറിയോ? ഇവനെല്ലാം ശ്രദ്ധിക്കുമല്ലോ. ഞാൻ പോസ്റ്റ് അടിച്ച് നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അത് പെണ്ണാണോ ഉള്ളതാണ് ഇത് ഷൂസിലെ സ്വാഭാവികം. പക്ഷെ പെണ്ണ് സെറ്റ് ആവുന്നല്ലോ കേട്ടോ. അവർക്ക് പറ്റിയ കുട്ടീനെ ഇതുവരെ കിട്ടിയിട്ടില്ല. വാർത്ത വരുന്നുള്ളൂടാ. ഇവിടുന്നൊക്കെ കോഴി തിന്നാലും ഓടിയാ. പെണ്ണ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ പോവാണ്. ബാറ്ററി അല്ലേ വേറൊക്കെ അവിടെ ചെന്നാലേ അറിയുള്ളൂ. പൊളിയാലോടാ. പൊളിയാലോ. ഞാൻ സ്വിമ്മിംഗ് പൂളിലാക്കി. എടാ റൊത്താക്കെ പൊളിക്കല്ലേ? റൊമാൻറ്റിക് ആയിട്ട് നടക്കും. അതെ അതെ. റമീസിന് കുഴപ്പമില്ല. ഞാനത് കണ്ടറിഞ്ഞ് പോയി പറ്റിയ സ്പോട്ട് ഫോട്ടോ. പറവണ്ണ ഫുള്ള ആളാണല്ലോടാ. എന്താ ഇജി
വാ വാ വാ. ക്യാമറമാൻ സോലെ ഹുസൈനോടൊപ്പം റമീസിൻ്റെ ഫോട്ടോ എടുക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അത് സോലി നിറവേറ്റി കൊടുക്കുന്നുണ്ട്. എന്താണ് ബഷീറ? എടാ നമ്മളെ ആൾക്കാര് തിരിച്ചറിയണ്ടെന്ന് പറയാ. പോണവരൊക്കെ നമ്മള് നോക്കണ്ടേ. ആളുണ്ട്, നമ്മള് മാത്രല്ല നമ്മളെ വീഡിയോ കാണണ്ടേ. അത് ശരിയാണ്. നല്ല പരുന്നുണ്ടാവും മേലൊക്കെ ഷോർട്ട് വരുന്നേ. അതാ ലുക്കർ റസാക്കിന്റെ ഫോട്ടോ. ദുൽഖർ സൽമാൻ വരെ മാറിക്കൂലേ ആ ലുക്ക്. എന്തൊരു നിഷ്കളങ്കൻ, ഒരു തമാശ പറഞ്ഞപ്പോഴും അതങ്ങോട്ട് വിശ്വസിച്ചു. എടാ സോന്റെ കഴിയുമ്പോത്തിന് സൂര്യ അസ്തമിക്കും. ഒരു ഫോട്ടോക്ക് 10 റുപ്യ കേട്ടോ, എന്നാലേ വാട്സപ്പ് ചെയ്യൂ അല്ലേ? 10 രൂപ. എടാ സൂര്യൻ എന്താടാ ഞാരെ കണ്ടച്ചാളം പറയാ നമുക്ക് സെറ്റാക്കാം. എടാ ക്ലാസ് മെസ്സേജ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മിച്ച് തന്നാ മതിയല്ലേ. ഒരൊറ്റ മോന് പോടാനും പൊടിച്ചേര്. ടേബിൾ ക്ലാസ് ആണെങ്കിൽ 12 മുമ്പ് ഏത് പിക്കാ വേണ്ടി മേലക്കിട്ട് കണ്ട തിരിച്ചു പിടിക്കണം കേട്ടാ. അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. പിടിച്ചില്ലെങ്കിൽ ആദ്യം സ്റ്റോപ്പ്. നിനക്ക് പ്രാന്താളാ പന്നി, ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. റമീസ് ആരെ പിടിച്ചാനെ പോണ്? എടാ സൂര്യൊക്കെ അസ്തമിച്ച് അടുത്തെന്താ പരിപാടി? എന്താണ് വേണ്ടി? റോളോ? കറങ്ങണേ വന്നിട്ട് അടങ്ങിക്കളാ. അപ്പൊ ഈ ഞായറാഴ്ച കഴിഞ്ഞിട്ടാ? ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച. നാളെ പണിക്കോണോ? ഇതുള്ളല്ല, നാളെ നമുക്ക് പരിപാടി ഉള്ളതല്ല. ആ നാളെ കുടിരിക്കലുണ്ട് കേട്ടോ. നമുക്ക് കുടിരിക്കൽ വ്ളോഗില്ലേ? പൈനാപ്പിൾ ലൈം അല്ല. ആർക്കാ തണുപ്പ് വേണ്ടാത്ത? എനിക്കാ പ്രായമായി വരുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. വൈപ്പില്ലേ അങ്ങനെ നല്ല ആരോഗ്യം ശ്രദ്ധിക്കണം. അതല്ലതാണ്. അത് ശരിയാട്ടാ, മെഡിക്കൽ വിദ്യാഭ്യാസം ഒരുപാട്. അത് ശരിയാ. റമീസ് ഇനി അതിലെന്തല്ലേ? നീ എന്തേ വേണോ? സിമ്പിളല്ലേ? ലഘുവല്ലേ? ആ ലഘുവാണ്. രഘുവല്ലേ? ലഘു. എന്താടാ അടി കൂടല്ലടാ?
എന്താണ് പ്രശ്നം? അത് കുറച്ച് തടി കൂടുതലുണ്ട്, അതാണ് അതെന്നെ നോക്കിയെടുക്കണേ. റമീസ് ഈ പറയിക്കണ്ട. ആണ് ആ വയോട് പോയിട്ടേ ഈ ബുക്കൊന്നും തടി നമ്മളെടുക്കല ആക്രാന്തം കാണിക്കും. ഞാൻ കണ്ട് പ്ലേറ്റ് ഇവിടുന്ന് ജ്യൂസ് കഴിക്കുക. തുടങ്ങാം. എന്താ പാട് കഴിച്ചു നോക്കടാ, ഈ അഭിപ്രായം റിവ്യൂ അറിയും. എന്നുണ്ട് റമീസ? വേറെ ലെവലാടാ നീ. എന്താണ് ഷവർമ്മ കഴിഞ്ഞില്ല? കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വെട്ടിട്ടില്ല. നല്ല അന്റെ ആണല്ലോ ആദ്യം കഴിഞ്ഞ്. ഒരു കെട്ടുപ്പില്ല. രണ്ട് പഴം കൂടി കുത്തിക്കേറ്റിക്കൂടെ? എനിക്കെന്താ അറിയാനുള്ളത്? കൊള്ളാം കൊള്ളാം, രസമുണ്ട്. വൺ ടൈം വാച്ച്, വൺ ടൈം നിന്നിരിക്കല്ലേ? എന്നാലും കൊള്ളാം. എനിക്കൊരു നാക്ക് തോന്നിയില്ല കേട്ടോ. നല്ല വെട്ടിട്ടില്ല. അത് ഫാറൂഖിന്റെ അഭിപ്രായം എന്താ? ഇവിടെ തിന്നണ ഒരാള് അടിപൊളിയാ. ഈ അടിപൊളിയാന്നേ പറയുള്ളൂ. ഇജ്ജല്ലേ ഓർഡർ ചെയ്ത്. സാരമില്ല, ഏതൊരു ബുദ്ധിമാനും ഒരബദ്ധം പറ്റും. ഞങ്ങൾക്കൊരബദ്ധം പറ്റി. ഇനി ഒരബദ്ധം പറ്റാതിരിക്കാൻ ഇവന്റെ തലയിൽ തലച്ചോറില്ലെങ്കിലും ഞങ്ങളുടെ തലയിൽ തലച്ചോറുണ്ട്.